ഉണ്ണിയില്ലാതെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു വീഡിയോയുടെ ഫ്രണ്ടിലിരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ട്. ഞാൻ ആദ്യം ഉണ്ണീൻ്റെ കൂടെ വീഡിയോയിൽ വന്നിരിക്കുമ്പോഴുള്ള ഒരു ടെൻഷനില്ലേ, ആ ഒരു ടെൻഷൻ തന്നെ എനിക്കിപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു സ്പേസ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ആലുവ എടത്തല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല ഇവിടെ വരുന്നത്. ഞാൻ എല്ലാ മാസവും ഒരു 2-3 ദിവസം വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നിട്ട് ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയി നിൽക്കാറുണ്ട്. അതൊന്നുകിൽ നമ്മൾ അതിനുവേണ്ടി മനഃപൂർവ്വം എടുക്കുന്ന വെക്കേഷനായിരിക്കും, ഇല്ലെങ്കിൽ വർക്കിൻ്റെ തന്നെ ആവശ്യത്തിനായിട്ട് ട്രാവൽ ചെയ്യേണ്ടി വരാറുണ്ട്. ഇത്തവണ വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടി ട്രാവൽ ചെയ്ത് വന്നതാണ്. ഞാൻ കൊച്ചി വരുമ്പം ഇതിപ്പോൾ ഇത്തിരി ഉള്ളിലേക്കുള്ളൊരു സ്ഥലമാണ്. പക്ഷേ എന്നാലും ഞാൻ കൊച്ചിയിൽ വരുന്ന സമയത്ത് ഉള്ളിലേക്കാണെങ്കിലും കുറേ ട്രാഫിക്കിൻ്റെ ഇടയ്ക്ക് പെടണമെങ്കിലും ഒക്കെ ഞാൻ ഈ ഒരു സ്ഥലത്തേക്കാണ് വരുന്നത്. അതിൻ്റെ റീസൺ ഞാൻ പറയാം. നമ്മൾ കഴിഞ്ഞ ട്രാവൽ വ്ളോഗ് ചെയ്ത സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ കൂടെയൊക്കെ എഫക്റ്റഡ് ഉണ്ണിച്ചേട്ടാ, സ്ഥലമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഗുമ്മ വരട്ടെ എന്നൊക്കെ. ഞാനും അത്യാവശ്യം ട്രാവൽ വ്ളോഗൊക്കെ കണ്ടിട്ട് കുറേ സ്ഥലങ്ങളിൽ പോകാറുള്ള ഒരാളാണ്. എസ്പെഷ്യലി അക്കോമഡേഷൻ വരുന്ന സമയത്ത്. നമ്മുടെ കേരളത്തിൽ ഞാൻ പോയ സ്ഥലത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാട്ടോ പറയുന്നത്. എനിക്ക് വൃത്തിയുള്ള സ്പേസ്, നമ്മളിനി അത് എത്ര എമൗണ്ട് സ്പെൻഡ് ചെയ്താലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസ് കിട്ടുക എന്ന് പറയുന്നത് വളരെ റെയറായിട്ടുള്ളൊരു കാര്യമാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഈ ട്രാവൽ വ്ളോഗൊക്കെ കണ്ടിട്ട് സ്റ്റേ എടുക്കുമ്പോഴും എനിക്ക് പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഭയങ്കര എഫക്റ്റൊക്കെ ഇട്ട് നമ്മുടെ കണ്ണിന് ഭയങ്കര അപ്പീലിംഗ് ആയിട്ടാണ് ഇവരിതിനെ പ്രസൻറ്റ് ചെയ്യുക. പക്ഷേ നമ്മളവിടെ എത്തിക്കഴിയുമ്പോൾ അവരാ വീഡിയോയിൽ കാണിക്കുന്ന ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ടൈഡി അങ്ങനെയാണ് അവർ കാണിക്കുക. പക്ഷെ ഞാനിവിടെ എത്തിക്കഴിയുമ്പോൾ എനിക്ക് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ട്രാവൽ വ്ളോഗ് കണ്ടിട്ട് എവിടെയെങ്കിലും അക്കോമഡേഷൻ എടുക്കുന്ന പരിപാടി ഞാൻ നിർത്തിയിട്ട് കുറച്ച് നാളായി. ഒന്നുകിൽ ഞാൻ ആ സ്റ്റേ എവിടെയാണോ ഞാൻ ബുക്ക് ചെയ്തത്, ഇപ്പോൾ ഇൻക്ലൂഡിങ് Airbnb നമ്മൾ പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയും എനിക്ക് കുറച്ച് വീഡിയോസും പിക്ചേഴ്സും ഒക്കെ ഒന്ന് അയച്ചു തരണം എന്ന് ഞാൻ പറയാറുണ്ട്, ഡിമാൻഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കംഫർട്ട് ഫീലിംഗ് ആണ്. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ പോലെ അവർ ഈ സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. നമ്മളെപ്പോൾ വന്നാലും നമ്മൾ ആ ഫസ്റ്റ് ടൈം വന്ന പോലെ തന്നെ വളരെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ടാണ് ഈ സ്പേസ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞാൻ ലിജിയായിട്ടാണ് കോൺടാക്ട് ചെയ്യുക. ലിജിയുടെ പ്രോപ്പർട്ടിയാണിത്. ഞാൻ ആദ്യം പറയേണ്ടതും ലിജിയെക്കുറിച്ചായിരുന്നു എന്ന് തോന്നുന്നു. ആദ്യത്തെ ദിവസം വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ പരിചയമൊന്നുമില്ല. പക്ഷേ ഗ്രാജുവലി നമുക്ക് ആ ഒരു കോൺടാക്ട്, അതായത് നമുക്കൊരു സ്ഥലത്ത് നിൽക്കുന്ന സമയത്ത് ഏത് സമയത്തും, ലിജിയുടെ വീട് ഇതിന് തൊട്ടപ്പുറത്ത് തന്നെയായിട്ടാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സ്ഥലത്ത് വന്ന് നിൽക്കുമ്പോൾ നമുക്ക് ഒരു സപ്പോർട്ട്, അതായത് നമ്മളെപ്പോൾ വിളിച്ചാലും കോൺടാക്റ്റിന് ഒരാളുണ്ടാവുക. അവരത് വളരെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന നമ്മളൊരു സ്ഥലത്തെത്തി കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റേ സപ്പോർട്ട് എന്ന് പറയുന്നത് അവരുടെ സൈഡിൽ നിന്ന് 100% ആണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അഡ്വർടൈസ്മെൻ്റ് ആണെന്ന് തോന്നും. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാം. സത്യസന്ധമായിട്ടും അഡ്വർടൈസ്മെൻ്റ് അല്ല. എൻ്റെ കൂട്ട് ഇങ്ങനത്തെ ക്രൈറ്റീരിയാസ് ഒക്കെ ടിക്ക് ചെയ്തിട്ട് ഒരു സ്പേസിൽ നിൽക്കേണ്ടി വരുന്ന ആൾക്കാരുണ്ടായിരിക്കും. എനിക്കത് വളരെ പ്രയാസമാണ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അങ്ങനെ നോക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ കേസ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുകയാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഉണ്ണി എന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് മാറിയിരിക്കൂ, എന്തൊക്കെയോ ക്യാമറാമാൻ്റെ കാര്യങ്ങളാണ്, എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ കൂട്ട് കാര്യങ്ങൾ ഇത്രയും നോക്കിയിട്ട് ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഫ്രീ ആയിട്ട് സമാധാനമായിട്ട് ഒരു സ്പേസിൽ നിൽക്കാൻ പറ്റുന്നത്. എന്തായാലും നമ്മൾ എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നതല്ലേ, അപ്പോൾ അതിൻ്റെ റിട്ടേൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാട്ടോ. പിന്നെ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമുക്ക് ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. എനിക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് തരാമെന്ന് പറഞ്ഞാൽ ഞാൻ വരും. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ മറ്റേ കൂട്ടി പറയുന്നതല്ല കേട്ടോ. അതായത് നമുക്ക് വീട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു ഫീലാണ്. ലിജി നല്ല അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വർക്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് നിൽക്കുന്ന സമയം നമുക്ക് പല ടൈമിലായിരിക്കും നമുക്ക് ഒരു ദിവസം ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും. ചിലപ്പോൾ 7 മണിക്ക് ഇറങ്ങേണ്ടി വരും, ചിലപ്പോൾ 10 മണിക്ക് ഇറങ്ങേണ്ടി വരും. പല ടൈമാണ്. ഏത് ടൈം പറഞ്ഞാലും ലിജി ഈസ് ഓക്കെ. അത് ആ കറക്റ്റ് ടൈമിൽ തന്നെ ഡെലിവറി ചെയ്യുന്നുള്ളതാണ്. അതെനിക്കൊരു അത്ഭുതമാണ്. നല്ല ഫുഡുമാണ്. രാവിലെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ലിജി നന്നായിട്ട് കുക്ക് ചെയ്യും, നല്ല ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യും.
ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്പേസാണ്. ഒരുപാട് ഉള്ളിലേക്കെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് ഉള്ളിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര സമാധാനമുണ്ട്. നമുക്ക് ഈ ഒരുപാട് ഒച്ച ബഹളം കാര്യങ്ങൾ അങ്ങനെ ഒന്നുമില്ല. വളരെ പീസ്ഫുള്ളായിട്ട് രാത്രിയൊക്കെ കിടന്നുറങ്ങുമ്പം സമാധാനത്തോടു കൂടി ഉറങ്ങാം. അങ്ങനെ എനിക്ക് മൊത്തത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ഒരു സ്ഥലത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഓരോ ആൾക്കാർക്കും അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളും ഓപ്ഷൻസും ഒക്കെ ആയിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ചുള്ള ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു സ്ഥലത്തെത്തുമ്പം നമ്മളെ അവർ പ്രയോറിറ്റൈസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾക്ക് ഏത് സമയത്തും അവൈലബിൾ ആയിട്ടിരിക്കുക, വളരെ നീറ്റ് ക്ലീൻ ആയിട്ടുള്ളൊരു സ്പേസിൽ നമുക്ക് താമസിക്കാൻ പറ്റുക, അവർ പ്രൊവൈഡ് ചെയ്യുന്ന പറയുന്ന ഫുഡ് കറക്റ്റ് ടൈമിൽ വളരെ നന്നായിട്ട് നല്ല ടേസ്റ്റി ഫുഡ് പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ എനിക്കിങ്ങനെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഭയങ്കര ഇതായിരിക്കും. അപ്പോൾ ഞാൻ പറയും എനിക്കിങ്ങനെ വലിയ ഇതൊന്നും ഇല്ല, ഇത്രയൊക്കെ കാര്യങ്ങൾ മതിയെന്ന്. പക്ഷേ ഇതൊക്കെയാണല്ലോ ഒരിടത്ത് താമസിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ എനിക്ക് അതൊക്കെ ഫുൾഫില്ലായിട്ട് കിട്ടി. ഞാൻ എറണാകുളത്തേക്ക് വരുമ്പോൾ ഞാൻ വേറൊരു ഓപ്ഷൻ ഞാൻ എടുക്കാറില്ല. വരുന്നു, ഇവിടെ നിൽക്കുന്നു. എനിക്കിപ്പോൾ ഇനി ഒരു ദിവസത്തെ വർക്കും കൂടെ ഉണ്ട്. എനിക്കിത് നേരത്തെ പറയാൻ പറ്റാത്തത് കൊണ്ട് ഇവർക്ക് ഇന്നിപ്പോൾ ഇവിടെ വേറൊരു ഗസ്റ്റ് ഉണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഇന്നും കൂടെ ഇവിടെ തന്നെ നിന്നേനെ. എനിക്ക് വർക്ക് എക്സ്റ്റെൻഡ് ആയി പോയതുകൊണ്ടാണ്. അതുകൊണ്ട് മാത്രം ഞാനിപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് നിൽക്കാൻ വേണ്ടി പോവാണ്. ഇല്ലെങ്കിൽ ഞാൻ ഇവിടം തന്നെ ഓപ്റ്റ് ചെയ്തേനെ. ഇവർ ഈ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നിടത്തോളം കാലം ഞാൻ ഇവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ഐ എം ഓൾവേസ് വില്ലിങ്. പിന്നെ സേഫ്റ്റിയുടെ കാര്യമാണ്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഇവരുടെ പ്രോപ്പർട്ടിയാണ്, അതുകൊണ്ട് ഗേറ്റ് ലോക്ക്ഡ് ആയിരിക്കും. പിന്നെ ഇവിടെ ഒരു റോഡ് വീലർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റി ഇഷ്യൂസും അങ്ങനെ എനിക്കിതുവരെ അങ്ങനെ ഒന്നും തന്നെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. നമ്മളിവിടെ എത്തുക എന്നുള്ളതേ ഉള്ളൂ, ബാക്കിയൊക്കെ അവർ ടേക്ക് കെയർ ചെയ്തോളും എന്ന് പറയുന്ന ഒരു രീതിയാണ്. ഞാനിത് Airbnb കണ്ടിട്ടാണ് ബുക്ക് ചെയ്തത്. അല്ലാതെ ഇവരുടെ വെബ്സൈറ്റ് ത്രൂവും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ആരെങ്കിലും എറണാകുളത്ത് ഈ സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയാസ് ഒക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ അല്ലാതെയൊക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എനിക്കറിയില്ല എന്താ പറയേണ്ടത്, ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പറയണോ അങ്ങനെ പറയുന്നത് ശരിയല്ലല്ലോ. അപ്പം ഞാൻ ഐ എം ജസ്റ്റ് ഇൻഫോമിങ് യു, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്ന്, അത്രയേ ഉള്ളൂ. ഡീറ്റെയിൽസ് കൊടുക്കാം, താല്പര്യമുള്ള ആൾക്കാർ ചെക്ക് ചെയ്ത് നോക്കും.